ഇടുക്കി മൂലമറ്റത്തെ കൊലക്കേസ് പ്രതിയെ കൊലപ്പെടുത്തിയ കേസിൽ 5 പേർ കൂടി അറസ്റ്റിലായി. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ സാജൻ സാമുവലിനെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. വണ്ടിയിട്ട് ഈ ആക്രി കയറ്റാനാന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് ബക്കറ്റൊക്കെ ഇവർ കയറ്റി വെച്ചായിരുന്നു ഫ്രണ്ടിൽ. അതിൻ്റെ ടിന്നറായിരുന്നു, സ്മെല്ലിന് വേണ്ടി ടിന്നറായിരുന്നു. അപ്പോൾ ഈ പുറകെ സൈഡിൽ ഇവർ ഡോർ തുറക്കുന്ന നിന്നപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് നമ്മളെ മാറ്റിക്കൊണ്ടുപോയി. നമ്മളെ സംസാരിക്കാനാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മളില്ല, ഇത് കയറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് പന്നിയിറച്ചിയാണ്, മറ്റേ കാട്ടുപന്നിയിറച്ചിയെ വണ്ടി ഇടിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, പോലീസുകാർ അറിഞ്ഞ വിഷയമാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ നമ്മളെ നിർബന്ധിച്ച് വിഷയമൊന്നുമില്ല, കാട്ടുപന്നിയിറച്ചിയാണ്, കൊണ്ടുപോകാൻ സേഫായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവർ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നമ്മുടെ വണ്ടിയെ കയറ്റി. ഇത് കയറ്റുന്ന രാഹുൽ വിജയനോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉള്ളതാണ്. മനോജ്, വിഷ്ണു, രാജു, പ്രിൻസ്, അശ്വിൻ, കണ്ണൻ, ഷിജു, വിഷ്ണു എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഷാരോൺ എന്ന് പറയുന്ന മൂലമറ്റ സ്വദേശിയുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ആളുകൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മരിച്ച സാജനുമായി മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു മൊഴി കൂടി ഈ പ്രതികൾ പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അത് പക്ഷേ വിശ്വാസത്തിലെടുത്തിട്ടില്ല. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൊല നടത്തുന്നതിലെ ആസൂത്രണം അത് വലിയ തരത്തിൽ വീഴ്ച ഈ പ്രതികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വസ്തുത. അവർ കണക്ക് കൂട്ടിയ രീതിയിൽ ഈ കൊലപാതകം നടത്താനോ അല്ലെങ്കിൽ അത് മൃതദേഹം മറവ് ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല. ഈ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് ഈ പ്രതികളെ കുടുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിലൊരു പോലീസിൻ്റെ ഒരു വീഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ സംഭവം നടന്നത് ജനുവരി 30 തീയതിയാണ്. അന്ന് രാത്രിയിൽ തന്നെ മൃതദേഹം ഓട്ടോയിൽ കയറ്റി മൂലമറ്റത്തെ തേക്കിൻ കൂപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് ഈ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ആ സംഭവം ഉടൻ തന്നെ വീട്ടിൽ വന്ന് പറയുകയും ഈ ഓട്ടോ ഡ്രൈവറുടെ വീട്ടുകാരത് പോലീസിനെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ 2 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം ഈ തേക്കിൻ കൂപ്പിൽ നിന്ന് കണ്ടെടുത്തത്. അതൊരു വീഴ്ചയായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികൾ ഈ സംഭവത്തിലുണ്ട്. വ്യക്തിവൈരാഗ്യമാണ്, മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഈ ഗുണ്ടയായിരുന്ന സാജൻ സാമുവലിനെതിരെ നിരവധി കേസുകളുണ്ട്, കൊലപാതകമടക്കമുള്ള കേസുകൾ ഉള്ളതാണ്. നേരത്തെ ഈ കൊലപാതകം ഇപ്പോൾ ഈ സാജനെ കൊലപ്പെടുത്തിയവരുമായി നേരത്തെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ വെച്ച് ഇവർ കയ്യാങ്കളിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വൈരാഗ്യമാകാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു. കൂടുതൽ ആളുകളുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് കാഞ്ഞാർ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.